ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി തിരുവടികൾ എഴുതിയ രാമായണ തത്വം. കിഷ്കിന്ധാകാന്ഡം. ജടായുവിൻ്റെ ജ്യേഷ്ഠ സഹോദരനായ സമ്പാദിയാണ് പ്രസ്തുത കഴുകൻ. ഒരിക്കൽ ജ്യേഷ്ഠാനുജന്മാരായ ജടായുവും സമ്പാദിയും തമ്മിൽ ഒരു മത്സരം ഉണ്ടായി. ആരാണ് കൂടുതൽ മേലോട്ട് പറക്കാൻ പ്രാപ്തനെന്ന വാദമായിരുന്നു മത്സരത്തിന് അടിസ്ഥാനം. അവസാനം അത് തീർച്ചപ്പെടുത്താൻ വേണ്ടി രണ്ടാളും മേലോട്ട് പൊന്തിപ്പറന്നു. അങ്ങനെ വളരെ അധികം മേലോട്ട് പൊന്തിയപ്പോൾ ആദിത്യ കിരണങ്ങൾ തട്ടി ചൂട് സഹിക്കാൻ കഴിയാതായി. അപ്പോൾ ജ്യേഷ്ഠനായ സമ്പാദി അനുജനോടുള്ള സ്നേഹം കൊണ്ട് ജടായുവിനെ തൻ്റെ വിടർത്തിയ ചിറകിൻ്റെ നിഴലാക്കിക്കൊണ്ട് പറന്നു. കുറച്ചു ദൂരം മേലോട്ട് ചെന്നപ്പോഴേക്ക് തീക്ഷ്ണങ്ങളായ ആദിത്യരശ്മികൾ തട്ടി സമ്പാദിയുടെ രണ്ട് ചിറകും കരിഞ്ഞു താഴെ വീണു. മഹേന്ദ്രപർവ്വതത്തിൻ്റെ സാനുപ്രദേശത്തുള്ള ചന്ദ്രമസ് എന്ന മഹർഷിയുടെ ആശ്രമ പരിസരത്തിലാണ് സമ്പാദി വീണത്. 4-5 ദിവസം ബോധമില്ലാതെ വീണിടത്ത് തന്നെ കിടന്നു. ബോധമുണ്ടായപ്പോൾ പതുക്കെ എഴുന്നേറ്റ് അസഹ്യമായ ദാഹവും ക്ഷീണവും തീർക്കാൻ കുറച്ച് വെള്ളമന്വേഷിച്ച് പതുക്കെ നൊണ്ടി നടന്നു. അപ്പോൾ ചന്ദ്രമസ് മഹർഷിയെ കാണാനിടയായി. അദ്ദേഹം ആഹാരപാനീയങ്ങളൊക്കെ കൊടുത്ത് തൃപ്തനാക്കി. അനന്തരം ഉണ്ടായ സംഭവത്തെക്കുറിച്ച് ചോദിച്ചു. അദ്ദേഹത്തോട് എല്ലാ വർത്തമാനങ്ങളും വിസ്തരിച്ചു പറഞ്ഞു. അപ്പോൾ മഹാത്മാവായ ആ ഋഷീശ്വരൻ ജീവൻ്റെ സംസാരഗതിയെയും ജനന മരണങ്ങളെയും വളരെ വ്യക്തമായും തന്മയത്വത്തോടു കൂടിയും പറഞ്ഞു കൊടുത്തു. ആത്മസാക്ഷാത്കാരത്തിനുള്ള ഉപകരണങ്ങളായ ഓരോ ശരീരവും അഭിമാനം ഹേതുവായി നഷ്ടപ്പെടുന്ന വിധവും ജീവൻ ഓരോ ഗർഭത്തിലും എത്തിച്ചേരുകയും ശരീരമുണ്ടാവുകയും ഗർഭോദരത്തിൽ വെച്ച് പലവിധ ദുഃഖങ്ങളെ അനുഭവിക്കുകയും ചെയ്യുന്ന വിധവും എല്ലാം ചന്ദ്രമസ് മഹർഷി വിവരിച്ചു പറഞ്ഞു കൊടുത്തു. അതായത് ജീവിതത്തിൽ ഇനി ബാക്കിയുള്ള സമയമെങ്കിലും അഭിമാനത്തിനും അഹങ്കാരത്തിനും വേണ്ടി കളയാതെ ആത്മസാക്ഷാത്കാരമാകുന്ന ജന്മസാഫല്യത്തിന് പ്രയത്നിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്ന അർത്ഥത്തിലാണ് ഇതൊക്കെ പറഞ്ഞു കൊടുത്തത്. അനന്തരം ഈ ഗുഹയിൽ താമസിക്കാമെന്നും ശ്രീരാമകാര്യമായി വരുന്ന വാനരന്മാർക്ക് വാക്സഹായം ചെയ്തു കൊടുക്കുമ്പോൾ നഷ്ടപ്പെട്ട ചിറക് വീണ്ടും മുളയ്ക്കുമെന്നും ഋഷി അനുഗ്രഹിക്കുകയും ചെയ്തു. അന്നു മുതൽ ഈ ഗുഹയിൽ താമസിച്ചു വരികയാണ് എന്നൊക്കെയാണ് സമ്പാദി അവരോട് തൻ്റെ വർത്തമാനമായി പറഞ്ഞു കൊടുത്തത്. ഇത്രയും കഴിയുമ്പോഴേക്ക് തന്നെ സമ്പാദിക്ക് സുശക്തങ്ങളായ 2 പുതിയ ചിറകുകൾ മുളച്ച് പൊന്തി. ഉടനെ മേലോട്ട് വളരെ ഉയരത്തിൽ പറന്നു. ലങ്കാ രാജധാനിയും അതിലുള്ള അശോകവനവും ശിംശപാവൃക്ഷവും അതിൻ്റെ ചുവട്ടിൽ രാക്ഷസികളാൽ പരിവ്രതയായിരിക്കുന്ന സീതാദേവിയെയും സമ്പാദി തൻ്റെ ദീർഘദർശിത്വം കൊണ്ട് വ്യക്തമായി കണ്ടറിഞ്ഞു. വാനരന്മാർക്ക് പറഞ്ഞു കൊടുത്തു. സമുദ്രത്തിനക്കരെ കടന്ന് ലങ്കയിൽ പോയാൽ സീതാദേവിയെ കാണാമെന്നും പറഞ്ഞു കൊടുത്തു. സമ്പാദി പറന്നുപോയി. എങ്ങനെയാണ് സമുദ്രം കടക്കേണ്ടതെന്ന ആലോചനയായി വാനരന്മാർക്ക്. പല യുക്തികളും ആലോചിച്ചു നോക്കി. അതൊന്നും പ്രായോഗികമല്ല. ചാടി അക്കരെ എത്തുക തന്നെ വേണം. അതിന് ആർക്ക് സാധിക്കുമെന്നായി പിന്നത്തെ ആലോചന. 100 യോജന വിസ്താരമുള്ള സമുദ്രം ഒറ്റ ചാട്ടം കൊണ്ട് അപ്പുറത്തെത്തുകയെന്നത് വിഷമമേറിയ കാര്യം തന്നെ. ഓരോരുത്തരും അവരവർക്ക് ചാടാൻ കഴിയുന്ന ദൂരത്തെ കണക്കാക്കി നോക്കി. 100 യോജന തികച്ച് ആർക്കും ചാടാൻ വയ്യെന്നാണ് തെളിഞ്ഞത്. ഏത് കാര്യത്തിലും മുന്നിട്ട് നിൽക്കുന്ന ഉത്സാഹിയും മഹാശക്തനുമായ ഹനുമാൻ ഒരു അഭിപ്രായവും പറയാതെ മൗഢ്യത്തോടെ തലയും താഴ്ത്തി മൂലയ്ക്കിരിക്കുന്നതായി കണ്ടു. ആഞ്ജനേയൻ യാതൊരു അഭിപ്രായവും പറഞ്ഞില്ല. ഏതോ ഒരു മൗഢ്യം ബാധിച്ച മട്ടുണ്ട്. എല്ലാവരും വായുപുത്രനെ നോക്കി. അപ്പോഴാണ് വൃദ്ധനായ ജാമ്പവാൻ ഹനുമാന്റെ മുമ്പിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ വീര്യത്തെപ്പറ്റി പ്രശംസിച്ചത്. രാമകാര്യത്തിന് വേണ്ടി തന്നെ ജനിച്ചവനും ഇതിനു വേണ്ടി തന്നെ ജീവിക്കുന്നവനും രാമകാര്യമായി തന്നെ ഇപ്പോൾ പുറപ്പെട്ടവനുമായ നീയാണ് കാര്യം സാധിക്കാൻ പോകുന്നതെന്നറിഞ്ഞ് നിന്റെ കയ്യിലാണല്ലോ ഭഗവാൻ ആംഗുലീയം തന്നിരിക്കുന്നത്. നിന്നോടാണല്ലോ അടയാളവാക്യം പറഞ്ഞിരിക്കുന്നതും. നിനക്കല്ലാതെ ആർക്കാണ് ഈ മഹാകാര്യം സാധിക്കാൻ കഴിയുന്നത്? എന്നിങ്ങനെ ജാമ്പവാൻ ഹനുമാനെയും അദ്ദേഹത്തിൻ്റെ വീര്യത്തെയും വാഴ്ത്തിയപ്പോൾ ആഞ്ജനേയൻ തന്നെത്താൻ ഉണർന്ന് തൻ്റെ വീര്യത്തെ അറിഞ്ഞ് കൈകാലുകൾ കുടഞ്ഞ് ഉറക്കെ ഒന്നട്ടഹസിച്ച് ഇരുന്ന ദിക്കിൽ നിന്ന് എഴുന്നേറ്റു.
ആഞ്ജനേയന്റെ ഭയാനകമായ അട്ടഹാസം കൊണ്ട് സമുദ്രം കലങ്ങി മറിഞ്ഞു. ആ മഹേന്ദ്ര പർവ്വതം തന്നെ ഒന്നിളകി വിറച്ചു. വാനരന്മാർ ഞെട്ടിത്തെറിച്ചു, പലരും മറിഞ്ഞു വീണു. ഉത്ബുദ്ധമായ പൗരുഷം സ്വരൂപത്തെ പ്രാപിച്ച പോലെ വിളങ്ങിയ മാരുതാത്മജൻ ഗംഭീരമായ നാദത്തിൽ മേഘഗർജനം പോലെ വാനരന്മാരെ നോക്കി പറഞ്ഞു, ആരും ഭയപ്പെടേണ്ട. ഞാനിപ്പോൾ തന്നെ ഒരു ചാട്ടത്തിന് സമുദ്രത്തെ അതിലംഘിച്ച് ലങ്കയിൽ ചെന്ന് സീതയെ കണ്ടുവരുന്നുണ്ട്. നമ്മുടെയെല്ലാം ജീവിതം അതുകൊണ്ട് രക്ഷപ്പെടും. ആരുടെ സ്മരണ മാത്രം കൊണ്ട് അത്യന്ത ഭയാനകമായ ഈ സംസാര സമുദ്രത്തെ പോലും വിഷമം കൂടാതെ കടക്കാൻ കഴിയുന്നുവോ, ആ രാമചന്ദ്രൻ്റെ തിരുനാമം നാവിലും ശ്രീമൂർത്തി ഹൃദയത്തിലും അങ്കുലീയകം കരതലത്തിലുമുള്ള എനിക്ക് ഈ നിസ്സാരമായ ഉപ്പു സമുദ്രമാണോ കടക്കാൻ കഴിയാത്തത്? ഇപ്പോൾ തന്നെ കാര്യം സാധിച്ചു വരുന്നുണ്ട് എന്ന് പറഞ്ഞു ഉത്സാഹഭരിതനായി ഉച്ചത്തിൽ അട്ടഹസിച്ചുകൊണ്ട് മഹേന്ദ്ര പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറി. ഹനുമാനെ ഈ നിലയിൽ മഹേന്ദ്ര പർവ്വതത്തിൻ്റെ മുകളിൽ കയറ്റി നിർത്തിക്കൊണ്ടാണ് കിഷ്കിന്ധാകാന്ഡം അവസാനിക്കുന്നത്. ബാലിവധാനന്തരമുള്ള ചാതുർമാസ്യ ദീക്ഷയും ക്രിയാമാർഗോപദേശവും കർമ്മയോഗത്തെയാണ് പ്രഖ്യാപിക്കുന്നത്. ഭക്തി കൊണ്ട് ചിത്തശുദ്ധി വന്ന് വിവേകമുദിച്ച് അവിവേകം നശിച്ചാൽ ഒരാൾക്ക് കർമ്മയോഗം അനുഷ്ഠിക്കാറായി. അപ്പോഴേ ആയിട്ടുള്ളൂ. കർമ്മയോഗം കൊണ്ട് തീവ്രവൈരാഗ്യം മിക്കവാറും വന്നു കഴിഞ്ഞാൽ തത്വവിചാരം ചെയ്യണം. അപ്പോൾ ചെയ്യുന്ന തത്വവിചാരം കൊണ്ടേ പ്രയോജനമുള്ളൂ. തത്വവിചാരമാണ് സീതാന്വേഷണം. ഉപനിഷത്ത് മന്ത്രങ്ങളെ മുൻനിർത്തിയാണ് തത്വവിചാരം ചെയ്യേണ്ടത്. ഉപനിഷത്ത് മന്ത്രങ്ങളെയാണ് ഇവിടെ വാനരന്മാരാക്കി ചിത്രീകരിച്ചിരിക്കുന്നത്. തത്വവിചാരം ഒരു പരിധിയിലെത്തുമ്പോൾ തൻ്റെ ഹൃദയത്തെയും ജീവിതത്വത്തെയും അറിയാറാവും. അതാണ് ഗുഹാഭ്രമണവും സ്വയം പ്രഭാദർശനവും. പക്ഷേ അതും തത്വവിചാരം ശരിയായ മാർഗത്തിൽ കൂടെ പുരോഗമിക്കുന്നു എന്ന് വന്നാൽ മാത്രമാണ്. സീതാന്വേഷണത്തിന് അസംഖ്യം വാനരന്മാർ പുറപ്പെട്ടു. എന്നാൽ തെക്കോട്ട് പോയവർക്ക് മാത്രമേ സ്വയം പ്രഭയെയും ഗുഹയും കാണാൻ പറ്റിയിട്ടുള്ളൂ. മാത്രമല്ല സീത എവിടെയാണെന്നറിയാൻ പോലും അവർക്കേ സാധിച്ചിട്ടുള്ളൂ. വടക്കും കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിലേക്ക് പോയവരും സീതാന്വേഷണം തന്നെയാണ് നടത്തിയത്. എന്നാൽ സീതയും അവരും തമ്മിൽ യാതൊരു സംബന്ധവും ഉണ്ടാവാൻ ഇടവന്നിട്ടില്ല. തത്വവിചാരം പലരും പലപ്പോഴും ചെയ്യാറുണ്ടായിരിക്കാം. എന്നാൽ മിക്കപ്പോഴും അത് നേർവഴിയിൽ കൂടെ പുരോഗമിച്ച് ആത്മതത്വത്തിൽ ചെന്നുമുട്ടി വേണ്ടത്ര പ്രയോജനപ്പെടുകയെന്നത് ചുരുക്കം ചിലർക്കേ സാധിക്കാറുള്ളൂ. അങ്ങനെ പ്രയോജനപ്പെട്ടാൽ ജ്ഞാന വൈരാഗ്യങ്ങൾ പൂർണ്ണമായി തീരാനും സംസാരത്തിൻ്റെ മറുകരയ്ക്ക് കടക്കാനും ബ്രഹ്മവിദ്യയെ അറിയാനും ഒക്കെ ഇടയാവുകയും ചെയ്യും. ജ്ഞാന വൈരാഗ്യങ്ങളുടെ പൂർണ്ണതയാണ് സമ്പാദിയുടെ ചിറകുമുളയ്ക്കൽ കൊണ്ട് ഉത്ബോധിപ്പിക്കുന്നത്. പണ്ട് ജടായുവിൻ്റെ ചിറക് പോയപ്പോഴാണല്ലോ സീത നഷ്ടപ്പെട്ടത്. അതായത് ജ്ഞാനവൈരാഗ്യങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ ബ്രഹ്മവിദ്യ മറഞ്ഞു. അവ വീണ്ടും ഉണ്ടായപ്പോൾ പ്രകാശിച്ചു. അവ വീണ്ടും ഉണ്ടാവലാണ് സമ്പാദിയുടെ ചിറകുമുളയ്ക്കലായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസാരത്തിൻ്റെ മറുകരയ്ക്കെത്തൽ തന്നെ സമുദ്രലംഘനം, സീതാദർശനം ബ്രഹ്മവിദ്യയെ അറിയലും. ഇങ്ങനെ അനേകം തത്വരത്നങ്ങളെ പ്രകാശിപ്പിച്ചുകൊണ്ടാണ് പാവനമായ കിഷ്കിന്ധാകാന്ഡം അവസാനിപ്പിക്കുന്നത്. അതോടെ ഏറ്റവും ചമൽക്കാരം നിറഞ്ഞ സുന്ദരകാന്ഡം ആരംഭിക്കുകയും ചെയ്യുന്നു.